ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ ഏറെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചുകൊണ്ട് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസം അതിന്റെ എല്ലാ ഐശ്വര്യത്തോടെയും പ്രൗഢിയോടെയും നമ്മിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ് നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെ ആ മാസത്തെ സ്വീകരിക്കാനും ആ മാസം കൊണ്ട് നേടിയെടുക്കാനുള്ള വിശുദ്ധി കൈവരിക്കാനും എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരും പള്ളികളും വീടുകളും എല്ലാം. ഇത്തരത്തിലുള്ള ഇബാദത്തുകളെല്ലാം എന്തിന് എന്ന ചോദ്യത്തിന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൊടുക്കുന്ന മറുപടി മനുഷ്യന്റെ ആത്മീയപരമായും വിശ്വാസ കർമ്മപരമായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകണം ഇസ്ലാമിലെ ഏതൊരു ഇബാദത്തും. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഒരു ഇബാദത്ത് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് അവന് ഗുണം ചെയ്യില്ല, ആഖിറത്തിൽ അവന് ഗുണമുണ്ടാക്കുകയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചതും, സ്വഹാബാക്കളെ, നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ 5 നേരം അതിൽ കുളിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ല മാലിന്യങ്ങളും ഉണ്ടാകുമോ? അവരൊന്നടങ്കം പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങൾ ശുദ്ധരായിരിക്കും.
എങ്കിൽ ഇതുപോലെയാണ് 5 വക്ത് നമസ്കാരം. 5 വക്ത് നമസ്കരിച്ചിറങ്ങുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലോ അവന്റെ സ്വഭാവത്തിലോ ഒരിക്കലും ഒരു കറയാക്കപ്പെടുന്ന രീതിയിൽ ഒരു മലിനമായ സ്വഭാവമോ മലിനമായ രീതിയോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമസ്കരിച്ചിറങ്ങുന്ന നമ്മളുടെ ഹൃദയത്തിൽ നിന്നും ആ കറ നീങ്ങുന്നില്ലെങ്കിൽ, അലോഗ്യങ്ങളും പിണക്കങ്ങളും തോന്നിവാസങ്ങളും നമ്മളെ മനസ്സ് വിട്ടു പോകുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം ആ നമസ്കാരം റബ്ബ് തീരുമാനിച്ച രീതിയിൽ നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്നാണ്. പരിശുദ്ധ റമദാൻ മാസത്തെക്കുറിച്ചും അള്ളാഹു പരിചയപ്പെടുത്തിയപ്പോ ആവർത്തിച്ച് റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ സ്വാമ റമദാന ഈമാനൻ. നിങ്ങൾക്ക് ഈമാനോട് കൂടി റമദാനിനെ സ്വീകരിക്കാൻ പറ്റണം. റമദാനിന്റെ മുന്നൊരുക്കം, റമദാനിനെ സ്വീകരിക്കുക എന്നത് കേവലം യാന്ത്രികമായി വരുന്നു പോകുന്നു എന്ന അർത്ഥത്തിലല്ല റമദാനിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ നോമ്പായി ഇനിയിപ്പോ പകലൊക്കെ കുറെ പട്ടിണി കിടക്കേണ്ടി വരും, രാത്രിയൊക്കെ റോഡുമ്മൽ സജീവുണ്ടാകും, പള്ളികളൊക്കെ ഭയങ്കര ക്ലാസ്സായിരിക്കും, ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം, പ്രത്യേകിച്ച് ചൂടും എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിലും ആ റമദാനിനെ സ്വീകരിക്കാൻ, ആ റമദാൻ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതിനെപ്പറ്റിയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും, വസാരിഊ, നിങ്ങൾ മത്സരിക്കണം. എന്തിനു വേണ്ടി നിങ്ങൾ മത്സരിക്കണം? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അരികിൽ നിന്നും നിങ്ങൾക്ക് കിട്ടേണ്ട പാപമോചനം ഈ മാസം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം. കഴിഞ്ഞ 11 മാസമായി ചെയ്തു കൂട്ടിയ നിരവധി പാപങ്ങൾ, ഒരാൾക്ക് പോലും സ്വയം ഞാനൊരു പാപിയല്ല എന്ന് പറയാൻ പറ്റുന്നവർ നമ്മളെ കൂട്ടത്തിലില്ല. എല്ലാവർക്കും തെറ്റുപറ്റും, പാപം പറ്റും. ആ പാപങ്ങളെല്ലാം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കാനും പാപമോചനം നേടാനും നിങ്ങൾ മത്സരിക്കണം. വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വൽ അർള്, അതോടൊപ്പം ആകാശഭൂമികളെക്കാൾ വിശാലമായ റബ്ബിന്റെ സ്വർഗം. ഈ 2 ലക്ഷ്യമാ റമദാനിൽ കൊണ്ട് നമുക്കുണ്ടാകേണ്ടത്. റബ്ബിന്റെ സ്വർഗം നേടണം, റബ്ബിന്റെ പാപമോചനം നേടണം. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, കാരണം ആ പടച്ച റബ്ബിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളതും പാപങ്ങൾ റബ്ബ് പൊറുക്കാമെന്ന് സമ്മതിച്ചതും കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇബാദത്തുകൾ ചെയ്യുന്നവർക്കല്ല. സുബ്ഹിന്റെ മുൻപേ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നീട് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നോമ്പ് തുറന്ന് അങ്ങനെ അങ്ങ് കൊണ്ടുപോകുന്നവർക്കല്ല അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. മറിച്ച് ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് റബ്ബ് നൽകുക. ആരാണ് മുത്തഖീങ്ങൾ? ഇന്ന് കേവലം തഖ്വ ജനങ്ങളെ കാണിക്കാനുള്ള ഒരു അടയാളം മാത്രമാണ്. ആളിന്റെ രൂപവും കോലവും ആ നാട്ടിലുള്ള പ്രകടന പരതയും ഒക്കെ കണ്ടിട്ട് നാട്ടുകാർ പറയും വലിയ മുത്തഖിയാണ്. കാരണം ഒന്നാമത്തെ സഫിലുണ്ട്, വലിയ ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന ആളാ, കാരണം നല്ല ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുണ്ട്. ഇതാണോ തഖ്വ? കാരണം ഒന്നാമത്തെ സഫിലുണ്ടായിട്ടും കുടുംബത്തിലുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളൊക്കെ ശരീരത്തിലുണ്ടായിട്ടും എല്ലാ വക്തിനും പള്ളിയിൽ ജമാഅത്തിന് വന്നിട്ടും അതിന്റെ ജീവിതത്തിലേക്ക് മനസ്സുകളെയും സ്വഭാവങ്ങളെയും തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു പറയുന്നു അവര് മുത്തഖീങ്ങളല്ല. അത്തഖ്വ ഹഉന, തഖ്വ നെഞ്ചിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നൽകുന്ന സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ട യോഗ്യതയെ പറ്റി തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ അതിലെ 133-ാമത്തെ വചനം മുതൽ 136-ാമത്തെ വചനം വരെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് കാരണക്കാരാകുന്നവരുടെ ലക്ഷണത്തെ പറ്റി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, അവരാരായിരിക്കും? അവർ ചെലവഴിക്കുന്നവരായിരിക്കും. ഫിസ്സറാഇ, അവരുടെ സന്തോഷാവസ്ഥയിൽ, വല്ലറാഇ, അവർക്കുള്ള വിഷമാവസ്ഥയിൽ. ഇന്ന് ചില വ്യക്തികളുണ്ട്, എവിടുന്നെങ്കിലൊക്കെ കുറെ പൈസ ഉണ്ടാക്കിയ കൊടുക്കാൻ വലിയ താല്പര്യമായിരിക്കും. ഒരുപക്ഷെ അവന്റെ ദുരുദ്ദേശം കൂടിയാവാം. അങ്ങനെയൊക്കെ സമ്പാദിച്ചത്
ഇങ്ങനെയൊക്കെ കുറച്ച് കൊടുത്ത ആ കുറ്റൊക്കെ എനിക്ക് കുറഞ്ഞു കിട്ടും എന്നൊരു ധാരണ ഇല്ല. സമ്പാദിച്ച സമ്പത്തുകളിൽ ഹക്കല്ലെങ്കിൽ അത് നിങ്ങൾ എന്തൊക്കെ ഇബാദത്തുകൾക്ക് വേണ്ടി ഉപയോഗിച്ചാലും, എന്തിന് ഒരാളെ പറ്റിച്ചും ഒരാളെ വഞ്ചിച്ചും നേടിയ സ്വത്തുകൊണ്ട് നിങ്ങളൊരു നോമ്പുറ നടത്തിയാലും അത് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല. അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും നിങ്ങൾക്ക് അള്ളാഹു തന്നതിൽ നിന്ന് മിച്ചം പിടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഉണ്ടാകാൻ വേണ്ടി കാത്തു നിൽക്കരുത്. പൈസ ഉണ്ടാവട്ടെ, കോടികൾ ഉണ്ടാവട്ടെ, ഇതൊക്കെ കൊടുക്കേണ്ടത് ഇന്ന പൈസക്കാരാ, ഓർക്കൊക്കെ എത്ര വരുമാന, എത്ര ബിസിനസ്സാ, എന്തൊക്കെ ജോലിയാ എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. കാരണം 1 രൂപയെ അള്ളാഹു തന്നിട്ടുള്ളൂ എങ്കിൽ ആ 1 രൂപയിൽ നിന്ന് നിങ്ങൾ മിച്ചം പിടിച്ച് നിങ്ങളുടെ സ്വർഗത്തെ നിങ്ങൾക്ക് നേടാൻ പറ്റണം. കാരണം ധനാഢ്യൻ കോടികൾ കൊടുത്ത് സ്വർഗം വാങ്ങുമ്പോ 10 ഉറുപ്പ്യുള്ളവൻ 1 ഉറുപ്പ്യ കൊടുത്ത് സ്വർഗം വാങ്ങണം. അതുകൊണ്ട് റബ്ബ് പഠിപ്പിച്ചതും അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. ഇനി വിഷമാവസ്ഥയിലാണോ ആ സമയത്ത് കൊടുക്കുന്നതാണ് ഏറെ പുണ്യം. അവന് തന്നെ ഏറെ ആഗ്രഹമുണ്ട്, കയ്യിലൊന്നുമില്ല എന്ന് അറിയാം, എന്നാലും കൊടുക്കാനുള്ള ഒരു മനസ്സ്, അതൊരു ഈമാനാ. ചിലർക്ക് കിട്ടാൻ മാത്രമേ ആഗ്രഹം ഉണ്ടാകൂ. നോമ്പിന്റെ അന്ന് തുടങ്ങും, കിട്ടിയില്ല, ഈ മാസത്തെ കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല. കിട്ടാൻ മാത്രം പഠിച്ചവരുണ്ടാകും, കുടുംബത്തിലുണ്ടാകും, സമൂഹത്തിലുണ്ടാകും. അത്തരക്കാർക്കല്ല. അഭിമാന ബോധത്തോടെ ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്നും, നിങ്ങൾക്ക് ഏറെ ആഗ്രഹത്തോടെ നിങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം. അല്ലദീന യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. റബ്ബ് പറയുന്ന ഒരു വാക്കാണത്. നിങ്ങൾക്ക് ആ ഭക്ഷണത്തോട് ഏറെ ആഗ്രഹമുണ്ട്, എന്നാലും ആ ഭക്ഷണത്തിൽ നിന്നും അല്പം സാധുവിനെ നിങ്ങൾ നീക്കി വെക്കും. ഒരു കാരക്ക കിട്ടുന്ന സ്വഹാബത്ത് 8 കഷണങ്ങളാക്കി 1 കഷണം മാത്രം എടുത്ത് ബാക്കി 7 കഷണങ്ങളും കൊടുക്കാനുള്ള കാരണം ഈ ആയത്തിന്റെ നിർവചനമാ. ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. രണ്ടാമത്തെ യോഗ്യത വൽ ഖാലിമീനൽ ഗൈള. അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും. ഇന്നെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ദേഷ്യ. ഏത് മുഅ്മിനീങ്ങളാണോ മൂക്കിന്റെ തുമ്പത്താ ദേഷ്യം, എന്നിട്ട് ചിലര് പറയും അതിന്റെ ഒരു സൂക്കേടായി പോയി, അതിന്റെ ഒരു പ്രകൃത ഇങ്ങനെയായി പോയി. അല്ല, അത് മനുഷ്യൻ സ്വയം സൃഷ്ടിച്ചെടുക്കുന്നതാ. ഒരിക്കലും ഒരാളുടെ ഹൃദയത്തിൽ അമിത ദേഷ്യം കൊടുത്ത് അവനെ ഒരു ദേഷ്യക്കാരനായി അള്ളാഹു സൃഷ്ടിക്കൂല. ഓരോ വിഷയത്തിലും നമ്മൾ എടുക്കുന്ന കാര്യങ്ങളാ നമ്മളെ ആ രീതിയിൽ മാറ്റുന്നത്. ഉദാഹരണമായി, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വാതിൽ തുറന്ന ഉടനെ ടീപ്പോയ്മയിലുള്ള ഒരു ഗ്ലാസ് നമ്മളെ കൈകൊണ്ട് തട്ടി വീണു. അതെന്റെ കൈകൊണ്ടാ വീണതെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? ആരാ ഈ ഗ്ലാസ് ഇവിടെ കൊണ്ടുവച്ച്? ഇരിക്കുന്നിടത്താണോ ഗ്ലാസ് കൊണ്ടക്കല് എന്ന് ചോദിക്കും, വളരെ മാർദ്ദവത്തിൽ. കാരണം തെറ്റെന്റേതാ, ഞാൻ കോപിക്കുകയില്ല. ശരി, ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മക്കളോടാണ് ആ ഗ്ലാസ് തട്ടി വീണതെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയോടാണ് തട്ടി വീണതെങ്കിൽ എന്റെ ശൈലി മാറും. ഉടനെ എന്റെ ചോദ്യം, എന്തടേ എന്റെ മുഖത്ത് കണ്ണില്ലേ? എന്തടോ എന്റെ മുഖത്ത് കണ്ണില്ലേ? കണ്ണെന്തിനാ പടച്ചോൻ തന്നത് എന്ന് ചോദിക്കുന്ന ഒരു കോപാകുലനായി മാറും. അതിനർത്ഥം കോപം മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റുന്നതാ. അതിനെ സൂക്കേടായിട്ട് കൂട്ടിക്കെട്ടരുത്. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ കൽപ്പന വന്നതും വൽ ഖാലിമീനൽ ഗൈള. അവർ കോപം നിയന്ത്രിക്കുന്നവരായിരിക്കും. ഇന്നെല്ലാ മനുഷ്യന്റെ മോശപ്പെട്ട സ്വഭാവത്തിന്റെയും കാരണം കോപമാ. അവന്റെ അസൂയ, അവന്റെ കുശുമ്പ്. എന്തിന്? അവൻ സംസാരിക്കുന്ന സംസാരത്തിൽ പരദൂഷണവും കുതന്ത്രങ്ങളും കുത്തുവാക്കും. ഇതൊക്കെ വരാനുള്ള കാരണം എന്താ? ദേഷ്യം, പക. ഓനെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരോട് എനിക്ക് താല്പര്യമല്ല. ആ പകയാണ് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ഒന്നാകെ മലിനമാക്കി കളയുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു, ഏറ്റവും നല്ല സ്വഭാവമായി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ സ്വയം അള്ളാഹുവിന്റെ മുൻപിൽ തുറന്നു പറയേണ്ടത്, എനിക്കങ്ങനെ പക വെച്ച് പെരുമാറുന്ന ഒരു സ്വഭാവമല്ല റബ്ബേ, എനിക്കങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല റബ്ബേ. ചില കുടുംബത്തിലൊക്കെ ചിലർ പറയാറില്ലേ, ആളൊക്കെ നല്ല പിയ്യാപ്പിളയാ, പെട്ടെന്ന് ചൂടാവും, വേഗം ദേഷ്യം പിടിക്കും, ദേഷ്യം പിടിച്ചാ പിന്നെ മൂക്കും കണ്ണുണ്ടാവൂല. അതിനർത്ഥം ഏറ്റവും മോശക്കാരെന്നാ, അല്ലാണ്ട് വലിയ മുത്തക്കീന്നല്ല. എല്ലാ തഖ്വയും ജീവിതത്തിൽ ഉറച്ചു വന്നൊന്നല്ല. ഈ ഒരൊറ്റ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മതി നരകം കിട്ടാൻ. ഒരു സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, നബിയെ ഔസിനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടാൻ നിങ്ങൾ ഇനിയൊന്ന് ഉപദേശിക്ക്. ലാ തഗ്ളബ്, കോപിക്കരുത്. വീണ്ടും ചോദിച്ചു,
പിന്നെയോ ലാ തഗ്ളബ്, കോപിക്കരുത്. 3 തവണ തിരുദൂതൻ ആവർത്തിച്ചപ്പോ ആ സ്വഹാബത്ത് ഒരുമിച്ച് പറയുന്നുണ്ട്, അന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു മനുഷ്യന്റെ എല്ലാ സ്വഭാവക്കേടിനും കാരണം മനസ്സിന്റെ കോപമാ, ആ മനസ്സിന്റെ വെറുപ്പും ദേഷ്യവുമാ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദുസ്വഭാവങ്ങൾക്കും കാരണമാകുന്ന ദേഷ്യം, പക, അത് ഹൃദയത്തിൽ നിന്നും നീക്കിക്കളയുന്നവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കൂ. റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോഴും അള്ളാഹു പറഞ്ഞു, മോശപ്പെട്ട വാക്കിന്റെ പരിചയാണ് റമദാൻ. അസ്യാമു ജുന്നത്തുൻ, മോശപ്പെട്ട കാഴ്ചയുടെ പരിചയാണ് റമദാൻ. മോശപ്പെട്ട പ്രയോഗത്തിന്റെ പരിചയാണ് റമദാൻ. അങ്ങനെ ഒരു പരിച നിങ്ങൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ കൊണ്ടു നടക്കാൻ ഈ ഒരൊറ്റ റമദാനിന്റെ ചൈതന്യം സഹായിക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മളെ ഹൃദയത്തിൽ നിന്നും ആ ദുസ്വഭാവം നീങ്ങിയിട്ടില്ല എന്ന. മൂന്നാമതായി വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ചയോടെ പെരുമാറുന്നവനായിരിക്കും. ഏത് വിഷയത്തിലും എനിക്ക് ജയിക്കണം എന്നല്ല, നാളെ അള്ളാഹുവിന്റെ മുൻപിൽ എനിക്ക് ജയിക്കണം എന്നൊരു മാനസികാവസ്ഥ. ദുനിയാവിൽ ആരെന്നെ തോൽപ്പിച്ചോട്ടെ, അത് നൈമിഷികമാ. എന്നെ തോൽപ്പിച്ചവരാരും എന്നെ തോൽപ്പിച്ചതിന്റെ പേരിൽ ഈ ലോകത്ത് ശാശ്വതരായി വസിക്കുന്നില്ല. ഏത് സെക്കൻഡും ഞാൻ മടങ്ങുന്നത് പോലെ അവനും മടങ്ങും. ഒരുപക്ഷെ എന്നെ തോൽപ്പിച്ചവനായിരിക്കും എന്നേക്കാൾ മുൻപേ മടങ്ങുക. അതുകൊണ്ട് തന്നെ മടങ്ങുന്നതിന്റെ മുൻപ് വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാരണം ആഖിറത്തിൽ പൊരുത്തം വാങ്ങലില്ല, ആഖിറത്തിൽ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടാ മദീന പള്ളിയിൽ ഇരിക്കുന്ന സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ, ഒരാൾ കുടുംബ ബന്ധം മുറിക്കുകയും തമ്മിൽ അലോഗ്യപ്പെട്ട് മരിച്ചു പോകുകയും ചെയ്താൽ ആ മരിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്താലാ ആ പാപം നീങ്ങിക്കിട്ടുക? റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള മറുപടി, ഒരാൾ നോമ്പ് കടമാക്കി അത് ഫിദിയ കൊടുത്താൽ നീങ്ങിക്കിട്ടും. ഒരാൾ നേർച്ച ചെയ്തു അതിന്റെ ഫിദിയ കൊടുത്താൽ നീങ്ങിക്കിട്ടും. ഒരാള് പരിശുദ്ധ കാബാലയത്തിങ്കിലേക്ക് പോകണമെന്ന് വിചാരിച്ചു, മക്കൾ ചെയ്തൊടുത്ത അതിന്റെ കൂലി കിട്ടും. പക്ഷേ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ മനസ്സിന്റെ പകയും വെറുപ്പും വെച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അവന്റെ മക്കള് പള്ളിയിലെ വാപ്പാന്റെ മയ്യത്തിൽ നിന്ന് തലക്കും ഭാഗത്ത് നിന്ന് ഇതേ മൈക്കിലൂടെ ഉപ്പാക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ, ഉമ്മാന്റെ കബറ് വിശാലാവാൻ പൊരുത്തപ്പെടണേ എന്ന് ചോദിച്ചാൽ കിട്ടില്ലെന്ന് പഠിപ്പിച്ചു അള്ളാന്റെ ഹബീബ്. ലാ യമീന ഫീ ഖത്തിഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവന് പ്രായശ്ചിത്തമില്ല. ആര് ചോദിച്ചാലും അത് കിട്ടൂല. വാപ്പാന്റെ പേരിൽ ഒരു പള്ളി എടുത്തു കൊടുത്താലും വാപ്പാക്ക് കിട്ടൂല. ഉമ്മാന്റെ പേരിൽ ഒരു 100 ഹജ്ജ് ചെയ്താലും ഉമ്മാക്ക് അത് കബറിലേക്ക് നീങ്ങി കിട്ടൂല. സഹാബത്ത് ചോദിച്ചു, നബിയെ, അപ്പൊ എന്ത് ചെയ്യും? പുഞ്ചിരിയോടെ റസൂലുള്ളാഹിന്റെ മറുപടി, പൊരുത്തം വാങ്ങലും പൊരുത്തപ്പെടിക്കലൊക്കെ അള്ളാന്റെ ദുനിയാവിലേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആഖിറത്തിൽ ചോദിച്ചാലോ നബിയെ? റബ്ബിന്റെ മഹ്ശറയിൽ തമ്മിൽ കാണുമ്പോൾ ചോദിച്ചാലോ? അത് കേട്ട തിരുദൂതന്റെ കണ്ണ് നിറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, അന്ന് നഫ്സി നഫ്സിയായിരിക്കും. ഒരാൾക്കും മറ്റൊരാളെ നോക്കാനുള്ള കെൽപ്പുണ്ടാകൂല. കാക്കന്മാർക്ക് അനിയന്മാരെയോ, ആങ്ങളാർക്ക് പങ്ങളെയോ, ഭാര്യക്ക് ഭർത്താവിനെയോ, വല്യപ്പാക്ക് വല്യമ്മാനെയോ ഇതൊന്നും നോക്കാനുള്ള കഴിവുണ്ടാവൂല ഉമറേ. നഫ്സി നഫ്സിയായിരിക്കും. ഒറ്റക്കൊറ്റക്ക് ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന അന്ന് അള്ളാന്റെ മഹ്ശറയിൽ ഒരാളെ മുഖത്തേക്ക് പോലും നോക്കാൻ കെൽപ്പില്ലാത്ത റബ്ബിന്റെ മഹ്ശറയിൽ എങ്ങനെയാ ഉമറേ അള്ളാന്റെ ദുനിയാവ് ചെയ്തതിന്റെ പൊരുത്തം വാങ്ങുക? എങ്ങനെയാ അവന്റെ കൈ പിടിക്കുക? എങ്ങനെയാ അവന്റെ മനസ്സ് വേദനിച്ചതിന് മാപ്പ് പറയാ? അതുകൊണ്ട് ഉമറേ, ചോദിക്കേണ്ടതും തിരുത്തേണ്ടതും അള്ളാന്റെ ദുനിയാവില. വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കാരണം വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര്, അവരാ ഏറ്റവും നല്ല സ്വഭാവക്കാര്. ഇന്ന് ഞാൻ പറയാറുണ്ട്, പള്ളിയിൽ 5 വക്തിനും വരും കുടുംബക്കാരെ ഏറ്റുപണക്ക, പള്ളിയിൽ എല്ലാ തറാവിക്കും വരും. നാവ് മറ്റൊരാളെ പച്ചയിറച്ചി തിന്നുന്നതിൽ വലിയ യഥേഷ്ടം ഉപയോഗിക്കുന്നവനാ. എല്ലാ നാട്ടിലെ സജീവ പ്രവർത്തനത്തിലും ഉണ്ടാകും. പക്ഷേ എല്ലാ കുത്തിത്തിരിപ്പിനും ഫസാദിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്തും അയാൾ ഉണ്ടാകും. അതിന്റെ അർത്ഥം മനുഷ്യന്റെ പ്രകടനപരത കൊണ്ട് നാട്ടുകാര് വില തരും, പടച്ചോൻ തരൂല. അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോ അള്ള ഏറെ അപമാനിക്കുകയും ചെയ്യും. മുഹ്സിനുകളായ ആളുകളാകണം. വീണ്ടും റബ്ബ് ഓർമ്മപ്പെടുത്തി, അതോടൊപ്പം വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ലമു അൻഫുസകും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, നിങ്ങൾ സ്വന്തത്തോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടെന്നുണ്ട് കരുതുക, അന്യായമായ പാപങ്ങളോ തെറ്റുകളോ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ഔ ലമു അൻഫുസഹും, സ്വന്തത്തോട് ആരും അറിയാതെ സ്വന്തം മനസാക്ഷിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ,
ദക്കറുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഓർത്തുകൊണ്ടേയിരിക്കണം. ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം, ആ പാപം റബ്ബിനെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയും ചെയ്യണം. അഥവാ ചെയ്തു പോയ തെറ്റ് മനസ്സിലൊരു ബേജാറുണ്ടാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് തുറന്നു പറയാൻ പറ്റുന്ന മാസമാ റമദാൻ. രണ്ട് കരങ്ങളും അള്ളാഹ്ക്ക് നേരെ നീട്ടി, അബദ്ധം പറ്റിയിട്ടുണ്ട് റബ്ബേ, ഞാൻ തോന്നിയാസത്ത് പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, ശരീരം നശിപ്പിക്കുന്ന മാരകലഹരിയിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് റബ്ബേ, മാതാപിതാക്കളെ ദ്രോഹിച്ചിട്ടുണ്ട് റബ്ബേ, അവരെന്റേത് കുത്തിപ്പറച്ചിട്ടുണ്ട് റബ്ബേ, കട്ടെടുത്തിട്ടുണ്ട് റബ്ബേ. ഇങ്ങനെ ചെറുതും വലുതുമായ ഏതൊക്കെ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറയുക. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുന്ന, അങ്ങനെ ഒരു ഹൃദയത്തിന്റെ നന്മയുണ്ടെങ്കിൽ അള്ളാഹു അവനെ കാത്തിരിക്കുമെന്ന ആ ഒരു മനസ്സിന്റെ ചിന്തയോടുകൂടി വരാനിരിക്കുന്ന ദിനങ്ങളെ ഏറ്റവും മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, കുറെ നോമ്പുറക്ക് പോകണം, കുറെ പള്ളിയിൽ കരിച്ചോം പൊരിച്ചോം തിന്നണം, രാത്രി റോട്ടുമേലേക്ക് ഇറങ്ങണം, രാവ് പകലാക്കണം, അല്ലെങ്കിൽ വളരെ ആർഭാടത്തോടെ ഉല്ലസിച്ചുകൊണ്ട് ഈ റമദാൻ അങ്ങോട്ട് സ്വീകരിക്കണം എന്നൊന്നും അല്ല ലക്ഷ്യം വെക്കേണ്ടത്. ഓരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർള്, എനിക്കിന്റെ പടച്ചോന്റെ സ്വർഗം ഉറപ്പിക്കണം, നിന്റെ കുറ്റങ്ങളൊക്കെ അള്ള പൊരുത്തപ്പെടുന്ന കോലത്തിലും ആവണം. ആ രണ്ട് ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഈ യോഗ്യതയും ഉണ്ടെങ്കിൽ ഈ റമദാൻ ആയുസ്സിലെ വലിയൊരു സമ്പാദ്യമായിരിക്കും. അല്ലെങ്കിൽ ഉള്ള സമ്പാദ്യമൊക്കെ റമദാൻ കൊണ്ട് പോവുകയും ചെയ്യും, ഒരു ഗുണവും നമുക്ക് കിട്ടാനും പോകുന്നില്ല. ഇതിലേത് വേണമെന്ന് ഓരോ മുഅ്മിനീങ്ങളും സ്വന്തത്തോട് ചോദിച്ച് കുടുംബത്തെ ഒരുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു റമദാനായി ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്, ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്ന് മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയൊരു ജീർണത അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യുകയും അത് ആവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തവനാണ്, ഇതൊക്കെ റബ്ബ് നിശ്ചയിച്ച തീരുമാനത്തിന്റെ എതിരാണ്, പ്രകൃതിക്കെതിരാണ്, മനുഷ്യ ജീവിതത്തിന്റെ ഭദ്രമായ സംവിധാനത്തിനെതിരാണ് എന്നൊക്കെ അറിയാമെങ്കിലും വീണ്ടും വീണ്ടും ആ തെറ്റ് മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. പിശാച് കയറിക്കൂടിയ മനസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷണവും അതാ. ഒരു തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ തെറ്റ് ആവർത്തിക്കുക എന്നുള്ളത്. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട, അതുകൊണ്ട് എത്ര നേട്ടമുണ്ടെങ്കിലും, അതുകൊണ്ട് എത്ര ആസ്വാദനമുണ്ടെങ്കിലും, അതുകൊണ്ട് എന്തൊക്കെ പദവി ലഭിക്കുമെന്ന് തോന്നിയാലും അവിടെ അവരാ തെറ്റ് അവസാനിപ്പിക്കും. അതുകൊണ്ട് ആ റബ്ബ് അവരെ പറ്റി പറഞ്ഞതും റളിയല്ലാഹു അൻഹും വറദു അൻഹു, അവരെ അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അവർ അള്ളാഹുവിനെ ഒരുപാട് സ്നേഹിച്ചതുകൊണ്ട്, തൃപ്തിപ്പെട്ടതുകൊണ്ട്. ഇവിടെ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, നമുക്ക് അള്ളാഹുവിനോട് വലിയ സ്നേഹമാണ്. ആ സ്നേഹമുണ്ടെന്ന് പറയുന്ന നമ്മളോട് റബ്ബിന് സ്നേഹമുണ്ടാക്കാൻ നമ്മളുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ എന്താ? എനിക്കിന്റെ പടച്ചോനോട് ഭയങ്കര മുഹബത്താന്ന് പറയുമ്പോ അള്ളാഹുവിന് നമ്മളോട് മുഹബത്ത് തോന്നാൻ മാത്രം നമ്മളെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ഒരു നല്ല സ്വഭാവം, ഒരു നല്ല കുടുംബം, ഒരു നല്ല വിശ്വാസം, ഒരു നല്ല സാമ്പത്തികം. ഇതിലേതുകൊണ്ടാ പടച്ച റബ്ബ് നമ്മളെ ഒന്ന് ആസ്വദിക്കുക, ചിന്തിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം. അതുകൊണ്ടാ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും അള്ളാഹു സ്വർഗം നൽകുന്നത്, വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച വാക്ക് വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. വലം യുസിറു, അവർ ഉറച്ചു നിൽക്കുകയില്ല, അലാ മാ ഫഅലു, അവർ പ്രവർത്തിക്കുന്ന വൃത്തികേടിൽ, വഹും യഅലമൂൻ, അവർക്കറിയാം ഇത് വൃത്തികേടാണ്. ആ അറിഞ്ഞ തെറ്റിൽ അവരൊരിക്കലും പിന്നെ ഉറച്ചു നിൽക്കുകയില്ല. സഹോദരങ്ങളെ,
ജീവിതത്തിൽ ഇതുവരെ ചെയ്തു പോയതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇനി ആ തെറ്റിലേക്ക് ഞാനില്ലെന്ന് സ്ഥാപിക്കലാണ് റമദാനിന്റെ ചൈതന്യം. അതല്ലാതെ ഈ ഒരു മാസം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങാലോ എന്നൊരു മാനസികാവസ്ഥയുണ്ടെങ്കിൽ 30 ദിവസം 30 നേരം കുത്തുബ കേട്ടാലും ഒരിക്കലും അവരുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ ഉണ്ടാവില്ല നബിയെ. അള്ളാഹു ശപിച്ചതുപോലെ, പടച്ച റബ്ബ് കോപിച്ചവരെ പോലെ ആ ഒരു മനസ്സിന്റെ ഉടമകളായിട്ടാ ഇങ്ങനെ ജീവിച്ചു പോകുന്നതെങ്കിൽ പിന്നെന്ത് നേട്ടാ ദുനിയാവിലെ ജീവിതം കൊണ്ട് എനിക്കുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ആൾക്കാരെ മുൻപിൽ ഒരുപാട് വിലയുണ്ടായിട്ടും, നാട്ടിലൊക്കെ വെള്ളിയാഴ്ചകളിലും കുത്തുബകളിലൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുത്തിട്ടും, കയ്യിലുള്ള 10 100 ഒക്കെ കൊടുത്തിട്ടും പടച്ചോന് നമ്മളെ വലിയ തൃപ്തി ഇല്ലെങ്കിൽ, മാറ്റങ്ങൾ വരാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ, ഈ കാണിക്കുന്ന അഭിനയങ്ങൾക്കും പ്രകടനപരതക്കും ഒക്കെ പടച്ചോൻ 0 മാർക്കാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ നമ്മളൊക്കെ എത്ര അബദ്ധകാരികളാണെന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കണം. ആ തിരിച്ചറിവിന് വേണ്ടിയാ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് മൻസ്വാമ റമളാന ഈമാനൻ. ആ ഈമാനോടെ നിങ്ങൾക്ക് റമളാനിനെ സ്വീകരിക്കാൻ പറ്റണം. ആ ഈമാനോട് കൂടി നിങ്ങൾക്ക് നമസ്കരിക്കാൻ പറ്റണം. സാന്ദർഭികമായി കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച മറ്റൊരു വിഷയം കൂടി, ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പേരറിയാത്ത സുക്കേടുകൾ ഒരു ഭാഗത്ത്, അതിനേക്കാളേറെ കൊലപാതകങ്ങൾ മറുഭാഗത്ത്. ഇന്നത്തെ യുവതലമുറയോട് മക്കളെ, എല്ലാവരും മോശക്കാരാണ് എന്നർത്ഥമില്ല. പക്ഷെ തോണ്ടിത്തീർക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഹീറോയിസം എന്നാൽ അത് ലഹരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് മുൻപിൽ കണ്ണുകളെ പരിമിതപ്പെടുത്തണം. ആ കാഴ്ചകളിലേക്ക് ഒരിക്കലും ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. ഉപയോഗിച്ചു തുടങ്ങുന്ന അന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആയുസ് മാത്രമല്ല, ഒരു നാടിന്റെയും കുടുംബത്തിന്റെയും സമാധാനം കൂടിയ. ജനിപ്പിച്ച മാതാപിതാക്കളെ കൊന്നു കളയുന്നതിനേക്കാൾ അപ്പുറം ഈ ലോകത്ത് പാപങ്ങൾ ഇനിയില്ല എങ്കിൽ, അതിനേക്കാൾ ദുരന്തത്തോടുകൂടി ഓരോ നാടും സങ്കടപ്പെടുന്നുണ്ട് എങ്കിൽ, എന്റെ ആയുസ് കൊണ്ട് എന്റെ നാടിനെ ഞാൻ പറയിപ്പിക്കില്ല എന്ന ഒരു ഉറച്ച തീരുമാനമാണ് ഇന്നത്തെ യുവാക്കളിൽ നിന്ന് ആധുനികത വർദ്ധിക്കുന്ന, ലിബറലുകൾ വർദ്ധിക്കുന്ന, സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്ന, ഹീറോയിസം എന്നാൽ കുടിക്കലും നാവിനടിയിൽ തിരികലും കുത്തിക്കേറ്റലുമാണെന്ന് ചിന്തിപ്പിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളുടെ ഏറ്റവും നല്ല ചിന്ത അത് നിങ്ങൾക്ക് സ്വന്തം കുടുംബത്തിലും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ 5 വക്ത് നിസ്കരിക്കുന്ന, ലോകത്തിബാദത്തുകളിൽ മുഴുകുന്നവരെക്കാളും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പദവിയാണത് എന്ന് സ്വന്തത്തോട് തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരു ഭാഗത്ത് ലഹരിയാണെങ്കിൽ മറുഭാഗത്ത് സുക്കേടുകള്, പേരറിയാത്ത സുക്കേടുകള്. നാട്ടിലെ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിന്റെ ഭാഗമാകാൻ നിമിഷ നേരം മതി. നാളെ നേരം വെളുക്കുമ്പം വയറ്റുന്നു പോകുന്നതിന്റെ കൂടെ ബ്ലഡ് കണ്ടാ മതി പലരും അതിന്റെ ഭാഗമാകാൻ. ഡയാലിസിസ് സെന്ററുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ, രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പണ്ടുകാലത്തെ ഭക്ഷണ ക്രമീകരണത്തിൽ നിന്നും റോട്ടിന്റെ സൈഡിലുള്ളത് കരിച്ചതും പൊരിച്ചതും അടിപിടിച്ചതും ഒക്കെ ആൾക്കാർ മോൻപടികൾ ചേർത്ത് റീൽസ് ചെയ്ത് കാണിക്കുമ്പോഴേക്കും വാരിപ്പിടിച്ച് തിന്നല്ലേ. ആ ആശയം നശിച്ച് വേദന തിന്ന് അങ്ങേറ്റം സങ്കടപ്പെടുന്നവര് അനവധിയ ഈ സമൂഹത്തിൽ. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആ പല ഡയാലിസിസ് സെന്ററുകളും നമ്മളെ പ്രദേശത്ത് പൂർണ്ണമായും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്പർശം ഡയാലിസിസ് സെന്റർ കുറ്റിച്ചിറയിലെ ആ സെന്ററിന് വേണ്ടിയ ഇന്ന് ഈ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ, ആ പൈസകൾ കൊടുക്കുമ്പോ സ്കാൻ ചെയ്യുമ്പോ മനസ്സുകൊണ്ട് പടച്ചവനോട് പറയണം, ഇതില് ഇങ്ങനെ കൊടുക്കാനുള്ള കഴിവിനിക്ക് തന്നോ റബ്ബേ, ഒരിക്കലും അവിടെ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ഒരു നിത്യരോഗിന്റെ ആക്കരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട ഏത് ഭക്ഷണത്തെയും ഏത് കാര്യത്തെയും നമ്മൾ സമീപിക്കേണ്ടത്. എങ്കിലേ മനസ്സും നാടും ശരീരമൊക്കെ ഒന്ന് മുക്തമാകൂ. അങ്ങനെ ചിന്തിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ റബ്ബെ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ക്ഷമയോടെ നിന്റെ പരീക്ഷണത്തെ നേരിടാൻ ഓരോ മനസ്സിനും ഈമാനിന്റെ കരുത്തു നൽകി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار،
അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. റബ്ബെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകിയവരുണ്ട്. അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ സഹിച്ച് രോഗത്തിന് വേണ്ടി ജീവിക്കുന്ന, രോഗത്തിൽപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. എന്താണ് റബ്ബെ അവർക്ക് ഏറ്റവും ഹൈറായത്? ആ ഹൈറായതിലേക്ക് ഓരോരുത്തർക്കും നീ ആശ്വാസം നൽകണമേ. നാദാ, ബാധ്യതകളിൽപ്പെട്ട് കടത്തിൽ കുടുങ്ങി ഹറാമായ സാമ്പത്തിക രംഗത്ത് ഇടപെട്ടു പോയവരുണ്ട് റബ്ബെ. എല്ലാം നീ പൊരുത്തപ്പെട്ട്, എല്ലാം അള്ളാഹുവേ ആഖിറത്തിലേക്ക് പോകുമ്പോ ബാധ്യതകൾ തീർത്ത് ഹറാമിൽ നിന്നും മുക്തമായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. നാദാ, ഹൃദയം കൊണ്ട് റമദാനിനെ സ്വീകരിക്കുന്ന, കർമ്മങ്ങളെ കൊണ്ട് ആ റമദാനിന്റെ ചൈതന്യം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.